യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ലിൻസി, വീട് നന്ദിക്കര. ഞാൻ കുവൈറ്റിൽ 11 വർഷം നഴ്സായിട്ട് ജോലി ചെയ്തതാണ്. അതിനുശേഷം ന്യൂസിലാൻഡിലേക്ക് പോകണമെന്ന് ആഗ്രഹമായിട്ട് ന്യൂസിലാൻഡിൽ പോയി ക്യാപ്പ് പ്രോഗ്രാം ചെയ്തു. അതിനുശേഷം അവിടെ ജോലിക്ക് ബുദ്ധിമുട്ടായി, അങ്ങനെ തിരിച്ചു പോന്നു. ഓസ്ട്രേലിയക്ക് നോക്കാമെന്ന വിചാരത്തോടു കൂടിയാണ് വന്നത്. അതിനുശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പക്ഷേ ഓഫർ ലെറ്റർ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് 9 ദിവസം ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. 2 മാസം ഇവിടെ ശുശ്രൂഷ ചെയ്തു. അതിൻ്റെ ഫലമായി PR കൂടിയിട്ട് അവിടുന്ന് ജോലി ലഭിച്ചു. പിന്നീട് എൻ്റെ ഈ അമ്മച്ചിയും ഇവിടെ PR തടസ്സങ്ങളൊന്നുമില്ലാതെ PR കിട്ടി. ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് പറ്റുവാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നിരുന്നു. അതിൻ്റെ ഫലമായി ഒരു തടസ്സം ഉണ്ടായില്ല. ചില കാലതാമസങ്ങളുണ്ടായി, എന്നാലും ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തക്ക സമയത്ത് ഭംഗിയായിട്ട് എല്ലാം നടത്തി തന്നു. യേശുവേ നന്ദി. പിന്നെ വേറെ സാക്ഷ്യം, എൻ്റെ സിസ്റ്റർ-ഇൻ-ലോയുടെ മകള് ജർമ്മനിയിൽ നഴ്സിംഗ് പഠിക്കാനായിട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സായി. ഇന്ന് അവൾ ജർമ്മനിയിൽ നഴ്സിംഗ് 1-ാം വർഷ വിദ്യാർത്ഥിനിയാണ്. 3-ാമത്തെ സാക്ഷ്യം, എൻ്റെ മകന് സിവിയർ സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു. അത് ദിവ്യകാരുണ്യ ആരാധനയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് അത്ഭുതകരമായിട്ട് പാടുകളൊന്നുമില്ലാതെ സൗഖ്യം ലഭിച്ചു. ഈ കാനാട്ടച്ഛനും ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകരോടും മറ്റച്ഛന്മാരോടും നന്ദി പറയുന്നു. എല്ലാറ്റിനുപരിയായി എൻ്റെ ഈശോയോടും പരിശുദ്ധ അമ്മയോടും പ്രത്യേകം നന്ദി പറയുന്നു. നല്ല സന്തോഷത്തോടെ കൈകളടിച്ച് കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഈ സഹോദരി മുടക്കം കൂടാതെ ആരാധനയിൽ പങ്കെടുത്തു. 2 മാസം ജെറുസലേമിൽ ശുശ്രൂഷ ചെയ്തു. അതാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത്, ഇവിടെ ശുശ്രൂഷകൾക്കായി വരുമ്പോൾ പ്രത്യേകമായ നിയോഗത്തോടെ വരണമെന്ന്. ഇത് 2 മാസം ഈ നിയോഗമായിരുന്നു, PR കിട്ടുക എന്നുള്ളത്. കിട്ടിയപ്പോൾ ഒരാൾക്കല്ല, ഫാമിലി ഉൾപ്പെടെ വിസയും PR ഒക്കെ കിട്ടിയാണ് ജോലിയും കിട്ടിയാണ് ഓസ്ട്രേലിയക്ക് പോകുന്നത്, കുടുംബസമേതം. അതുപോലെ മകനുണ്ടായിരുന്ന സ്കിൻ ഡിസീസ് പരിപൂർണമായും അതിൻ്റെ ഒരു പാടുപോലും ഇല്ലാതെ പൂർണ്ണമായും സുഖപ്പെടുത്തി കൊടുത്തു. അതുപോലെ ജർമ്മനിയിൽ പഠിക്കാനുള്ള അവസരം കൊടുക്കുന്നു. ഇങ്ങനെ കുടുംബത്തെ ദിവ്യകാരുണ്യ ഈശോയിൽ ആശ്രയിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒന്നൊന്നായ അനുഗ്രഹങ്ങൾ കൊടുത്ത് ഇതുപോലെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് തമ്പുരാന് കൈകൾ ഉയർത്തിയടിച്ച് സന്തോഷത്തോടെ നന്ദി പറയാം. എല്ലാവരും ഒരുമിച്ച് ഉറക്കെ കൈകളടിച്ച്